നിലമ്പൂരിൽ പ്രചാരണം കൊഴുക്കുമ്പോൾ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന് ക്ഷേമ പെൻഷൻ വിവാദമാണ്. പെൻഷൻ വാങ്ങുന്ന നിലമ്പൂരിലെ വോട്ടർമാരുടെ എണ്ണം കണ്ടുകൊണ്ട് കെ.സി. വേണുഗോപാൽ പറഞ്ഞ കാര്യം പുലിവാല് പിടിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ എന്തായാലും കരുതിയിരുന്നിരിക്കില്ല. എന്തായാലും നിലമ്പൂരിൽ LDFന്റെ പ്രധാന പ്രചാരണ വിഷയമായി ക്ഷേമ പെൻഷൻ അവർ മാറ്റിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പെൻഷൻ തുകയും കുടിശ്ശികയുമെല്ലാം LDF ഉയർത്തുന്നുണ്ട്. ക്ഷേമ പെൻഷൻ ആരംഭിച്ചത് 1980 E.K. നായനാർ സർക്കാർ ആണെന്നതും അതിനെ എതിർത്ത് സമരം ചെയ്തത് കോൺഗ്രസുകാരാണെന്നതും കൂടി നിലമ്പൂരിലെ സ്ഥാനാർത്ഥി M. സ്വരാജ് പറഞ്ഞതോടെ കെ.സി. വേണുഗോപാലിൻ്റെ കൈക്കൂലി പരാമർശം പരമാവധി ഒരു സെൽഫ് ഗോളാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ടോ എന്നുകൂടി LDF പരിശോധിക്കുന്നു എന്ന് ഉറപ്പായി. വിഷയം കൈവിട്ടു പോകും എന്നായപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിശദീകരണവുമായി എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് കൊടുക്കുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിശദീകരിച്ചു. പെൻഷൻ വിവാദം ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് മുന്നണികളുടെ ആശങ്ക. കാണാം RDX റാപ്പ് 59 സെക്കൻഡ്. കെ.സി. വേണുഗോപാൽ തുടക്കമിട്ട ക്ഷേമ പെൻഷൻ കൈക്കൂലി വിവാദം മുറുകെ പിടിക്കാൻ തന്നെയാണ് LDF ക്യാമ്പിന്റെ തീരുമാനം. 2500 രൂപയായെങ്കിലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്ന് ഇടത് സ്ഥാനാർത്ഥി M. സ്വരാജ്. പക്ഷേ ചിലർക്കതിന് താൽപ്പര്യമില്ല. നായനാർ സർക്കാർ കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചപ്പോൾ എതിർത്ത് സമരം ചെയ്തവരാണ് കോൺഗ്രസ് എന്നും വിമർശനം. നാളെ ഇടതുപക്ഷം നിലമ്പൂരിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കും. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ CPIM-നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വെല്ലുവിളിച്ചു. LDF-ഉം UDF-ഉം ചർച്ചയാക്കുന്ന ക്ഷേമ പെൻഷൻ ജില്ലാ രൂപീകരണ ചരിത്രം, മലപ്പുറം വിരുദ്ധത അടക്കം വിഷയങ്ങളിൽ BJP മൗനം പാലിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായി ഉണ്ടായതാണെന്ന നിലപാട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നും ആവർത്തിച്ചു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാക്കിയെന്ന കെ.സി. വേണുഗോപാലിന്റെ പരാമർശവും മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശവും വരും ദിവസങ്ങളിലും ചർച്ചയാക്കാൻ തന്നെയാണ് ഇടത് വലതു മുന്നണികളുടെ തീരുമാനം. RDX റാപ്പ് ന്യൂസ് മലയാളം. നായനാർ സർക്കാർ കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചപ്പോൾ എതിർത്ത് സമരം ചെയ്തവരാണ് കോൺഗ്രസ് എന്ന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി M. സ്വരാജ് പറഞ്ഞു. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. 60 ലക്ഷത്തിലധികം പേര് ഇന്ന് പെൻഷൻ വാങ്ങുന്നുണ്ട് കേരളത്തിൽ. 60 ലക്ഷത്തിലധികം പേർ. അതിൽ അപൂർവങ്ങളിൽ അത്യപൂർവമായി ചില അനർഹരുണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ അത് കണ്ടെത്തി കർശനമായി അത്തരക്കാരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി വാങ്ങിയ പണം തിരിച്ചു പിടിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ 60 ലക്ഷം ഏറ്റവും അർഹരായവർ ഈ പെൻഷൻ വാങ്ങുകയാണ്. ആ പെൻഷൻ വാങ്ങുന്നവരെയൊക്കെ നമ്മൾ കാണുമ്പോഴാണ് അവരുടെ മുഖത്തെ ആഹ്ലാദം, അവരുടെ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോഴാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാവുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് കൊടുക്കുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ CPIM-നെ വെല്ലുവിളിക്കുന്നുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞെന്താ, പെൻഷൻ കൊടുക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് 6-7 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തും. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊണ്ടുപോയി ഒരുമിച്ച് കൊണ്ടുപോകും. ആളുകളെ കളിപ്പിക്കുകയാണ്, ആളുകളെ കബളിപ്പിക്കുകയാണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഒരു പിൻവലിക്കും. നായനാരും ക്ഷേമ പെൻഷനും വരെ അങ്ങനെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ ചർച്ച ചെയ്യുക എന്ന് ആരും തൽക്കാലം പ്രതീക്ഷിച്ചതല്ല. മറ്റൊട്ടേറെ വിഷയങ്ങളാണ് നിറഞ്ഞു നിന്നത്. പക്ഷേ കെ.സി. വേണുഗോപാലിൻ്റെ ആ പരാമർശം കൈക്കൂലിക്കാരാക്കി മാറ്റിയിരിക്കുന്നു പെൻഷൻകാരെ എന്ന മട്ടിലുള്ള കെ.സി. വേണുഗോപാലിൻ്റെ പരാമർശത്തെ ഒരായുധമായി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷം. 1980 E.K. നായനാർ മുഖ്യമന്ത്രിയായിരിക്കെയാണ് കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചത്. കർഷക തൊഴിലാളി പെൻഷനായി ആദ്യം നൽകിയത് 45 രൂപയാണ്. 2,94,000 പേർക്കാണ് 45 രൂപ പ്രതിമാസ പെൻഷനായി അങ്ങനെ നൽകിയത്. പെൻഷൻ നൽകുന്നതിനെതിരെ അന്നത്തെ പ്രതിപക്ഷം ശക്തമായി എതിർപ്പുമായി എത്തി. പെൻഷൻ ഉൽപാദനപരമല്ല, വികസന വിരുദ്ധമാണ് എന്നായിരുന്നു ആ ആരോപണം. സത്യത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നത് തന്നെയാണ്. ഒരു റൈറ്റ് വിങ് ബോധ്യം എന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പെൻഷൻ കിട്ടിയാൽ തൊഴിലാളികൾ കള്ളു കുടിക്കുമെന്നും ആക്ഷേപം വന്ന് ഉയർന്നിരുന്നു. കുറേ കഷ്ടപ്പെട്ടവരല്ലേ, ഇനി ഓരോ ഗ്ലാസ് കള്ളു കുടിച്ചാലും കുഴപ്പമില്ല എന്നായിരുന്നു അന്ന് അതിന് നായനാർ പറഞ്ഞ മറുപടി. 1987 നായനാർ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പെൻഷൻ തുക പരിഷ്കരിച്ചു.
ക്ഷേമ പെൻഷന് വേണ്ടത് പക്ഷേ കോടികളാണ്. അത് സംസ്ഥാനത്തിന്, കേരള സംസ്ഥാനത്തെ പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത തന്നെയാണ്. 9 വർഷത്തിനിടെ ക്ഷേമ പെൻഷന് വേണ്ടി സർക്കാർ മാറ്റിവെച്ചത് 70,000 കോടിയോളം രൂപയാണ്. കേരളത്തിൻ്റെ വിവിധ പദ്ധതികളിലായി പെൻഷൻ വാങ്ങുന്നത് 62 ലക്ഷത്തിലേറെ പേരുമാണ്. കേന്ദ്ര സഹായം ഇതിൽ എത്ര കിട്ടുന്നുണ്ട് എന്നതുകൂടി പല ആവർത്തി ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. അത് നമുക്കൊരു പരിശോധിച്ച് പോകാം. കേന്ദ്ര സർക്കാരിൻ്റെ NSAP എന്ന പദ്ധതി പ്രകാരം സഹായം ലഭിക്കുന്നുണ്ട്. 16 ലക്ഷത്തോളം പേർക്ക് 300 മുതൽ 500 രൂപ വരെ പെൻഷനായി നൽകുന്നുണ്ട്. ബാക്കി തുക കേരള സർക്കാർ കൂട്ടിച്ചേർത്ത് 1600 രൂപയാക്കിയാണ് ഇത് നൽകുന്നത്. 40 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ നൽകാൻ കേന്ദ്ര സഹായം ഇല്ല എന്നതും നമ്മൾ പറഞ്ഞു പോകണമല്ലോ. നിലമ്പൂരിൽ എത്ര പെൻഷൻകാരുണ്ട് എന്നുള്ളത് പരിശോധിക്കാം. നിലമ്പൂരിലെ ആകെ വോട്ടർമാരിൽ നിലമ്പൂരിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,37,384 പേരാണ്. ഇതിൽ പുരുഷന്മാർ 1,13,486 പേർ, സ്ത്രീകൾ 1,12,889 പേർ. സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ, ഈ എണ്ണമാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട സാധ്യതയായി എല്ലാവരും കാണുന്നതെന്നും കൂടി എനിക്ക് തോന്നുന്നു. 40,313 പേരാണ് അവിടെ പെൻഷൻ ഗുണഭോക്താക്കൾ. അപ്പോൾ സ്വാഭാവികമായും ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ വോട്ട് എങ്ങനെയായിരിക്കും ചലിക്കുക എന്നുള്ളതിൽ UDFന് ഒരാശങ്കയുണ്ട്, LDFന് ഒരു പ്രതീക്ഷയുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പ് വേദിയിൽ അങ്ങനെ പ്രതിഫലിക്കുന്നുമുണ്ട് എന്നതാണ് ഈ ദിവസത്തെ കൗതുക കാഴ്ച. നിലമ്പൂരിൽ നിന്നിൻ്റെ വിവരങ്ങളുമൊക്കെയായി പ്രസാദ് ഉടുമ്പിശ്ശേരി കൂടി ഇന്നിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഇതിപ്പോൾ ഈ പെൻഷൻ ഒരു ചർച്ചയാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല ഈ ഘട്ടത്തിൽ, പക്ഷേ അത് ഒരു ചർച്ചയായിരിക്കുന്നു. അത് മാത്രമല്ല, അതൊരു സെൽഫ് ഗോളായി മാറിയോ യഥാർത്ഥത്തിൽ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം? അതോ അതിനെ പറഞ്ഞ് പ്രതിരോധിച്ച് നിൽക്കാൻ VD സതീശന് കഴിയുമോ? ഹർഷൻ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ വോട്ടർമാരിൽ ഏറെക്കുറെ 16% പെൻഷൻ വാങ്ങുന്ന ആളുണ്ട് എന്നുള്ളതാണ്. 40,313 പേർ എന്ന് പറയുന്നത് വലിയ നമ്പറാണ്. അപ്പോൾ അത് പെൻഷൻ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയമാണെങ്കിൽ പോലും അവരുടെ കുടിശ്ശിക തീർത്തുകൊണ്ട് പെൻഷൻ ലഭിക്കുക എന്നത് പെൻഷനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വോട്ട് ഇപ്പോൾ പെൻഷൻ കിട്ടാതെ വന്നാൽ സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാരിനോട് ഒരു അതൃപ്തി വോട്ടർമാർക്കുണ്ടാവും, പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുണ്ടാകും. അപ്പോൾ ആ അതൃപ്തി ഒരുപക്ഷെ അത് എതിർപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിന് അതൊരു ഗുണമായി മാറേണ്ടതാണ്, ഒരു വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പഴുതടയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നതാണ്. അതൊരു പക്ഷേ അത് തന്നെയായിരിക്കാം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഒരു പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അവരെ സംബന്ധിച്ച് ഇവിടെ ജയിച്ചിട്ടുള്ളത്, ഇപ്പം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ജയിച്ചതെല്ലാം കോൺഗ്രസ് പശ്ചാത്തലമുള്ള നേതാക്കളാണ്. TKMC ആണെങ്കിലും അതോടൊപ്പം PV Anwar ആണെങ്കിലും. PV Anwar LDF സ്വതന്ത്രനായിട്ടാണ് 2 തവണ ജയിച്ചത്, പക്ഷേ അദ്ദേഹമെല്ലാം കോൺഗ്രസ് ബന്ധമുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളുകളാണ് പിന്നീട് LDFന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും പിന്നീട് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിന് അല്പം സ്വാധീനമുള്ള, LDFനേക്കാൾ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ എല്ലാ വോട്ടുകളും എതിർപക്ഷത്തേക്ക് അല്ലെങ്കിൽ അനുഭവമുള്ള മുഴുവൻ വോട്ടുകളും സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് LDF തന്ത്രമായി കാണുന്നത്. അതിന് കിട്ടിയ ഒരു പ്രയോഗമായിരുന്നു KC വേണുഗോപാൽ അന്ന് UDF കൺവെൻഷനിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് വളരെ തന്ത്രപരമായി LDF ഉപയോഗിക്കുന്നു. അതൊരു കൈക്കൂലിയായി അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ, പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്ന തരത്തിലേക്കൊക്കെ LDF അത് പ്രചരണമായി കൊണ്ടുപോകുന്നു. പക്ഷേ എന്തും അമിതമായി പോകരുത് എന്നുള്ളൊരു പാഠം LDF സ്വാഭാവികമായും പാലക്കാടിന്റെ പശ്ചാത്തലത്തിലെങ്കിലും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്കിത് കാണുമ്പോഴൊക്കെ തോന്നുന്നത്. കാരണം ഇപ്പോൾ നാളെ അവിടെ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും പെൻഷൻ കുടിശ്ശിക ഇനിയുമുണ്ട് എന്നുള്ളതാണ്, അത് പൂർണ്ണമായും കൊടുത്തു തീർത്തിട്ടില്ല. മറ്റൊന്ന്, ഇന്ന് PC വിശ്വനാഥിന്റെ വാർത്താസമ്മേളനം കണ്ട ആളുകൾക്ക് വ്യക്തമാകും. കാരണം അവരും ഇതിനെ കാര്യമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അത്തരം കാര്യങ്ങൾ പുറത്ത് പറയുന്നുണ്ട്, അതിനെ എതിർത്ത് പറയുന്നെങ്കിൽ പോലും വിശ്വനാഥിന്റെ വാർത്താസമ്മേളനം എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു. എങ്ങനെയാണ് പെൻഷൻ വർധനവ് വന്നിട്ടുള്ളത്? ഇപ്പോൾ കഴിഞ്ഞ VS സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന പെൻഷൻ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന് കാലത്ത് വർദ്ധിപ്പിച്ചിട്ടുള്ളത്, ആ സർക്കാരിന്റെ അവസാന കാലത്ത് എത്തിയിട്ടുള്ളത് പിന്നീട് LDF സർക്കാർ വന്ന സമയത്ത്, പിണറായി സർക്കാരിന്റെ 1ാം സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഇത് 2,500 രൂപയാക്കുമെന്നാണ് ഈ സർക്കാരിന്റെ വാഗ്ദാനം. എന്തായാലും ഒരു വർഷം കൂടിയുണ്ട് ഈ ഒരു ഘട്ടം. അപ്പോൾ അത് സ്വാഭാവികമായും ഇതെല്ലാം ചർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയമാണെങ്കിൽ പോലും ഒരു പരിധിയിൽ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ചടിക്കും എന്നുള്ളത് മുൻകാല തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളെല്ലാം തന്നെ
പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും നാളെ LDF-ന്റെ അവിടെ പ്രതിഷേധ കൂട്ടായ്മയുണ്ട്, പെൻഷൻകാരുടെ പ്രതിഷേധ കൂട്ടായ്മയുണ്ട്. പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ തന്നെയാണ് ആ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. വരും ദിവസങ്ങളിൽ 1-2 ദിവസം കൂടി ഒരുപക്ഷെ UDF-ഉം വളരെ സജീവമായി തന്നെ ഈ പെൻഷൻ ചർച്ചയിലേക്ക് കൊണ്ടുവരും. കാരണം അവർ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പെൻഷൻ വർധനവ് എന്ന് പറയുന്നത് അത് LDF-ന്റെ മാത്രമല്ല, കഴിഞ്ഞ കാലത്ത് UDF-ന്റെ കാലത്തും അത് ചെയ്തിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം കൃത്യമായി നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മുമ്പ് സഭയിൽ MK മുനീർ നൽകിയ മറുപടി, പിന്നീട് ഐസക് സ്വരാജിന് കൊടുത്ത മറുപടി, ഈ മറുപടികളൊക്കെ വെച്ച് പ്രതിരോധിക്കാനായി LDF-ഉം ശ്രമിക്കുന്നു. സത്യത്തിൽ ഈ പെൻഷനിൽ ഒതുങ്ങുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിയാൽ ആളുകൾ അതിനനുസരിച്ച് ഇളകും എന്ന് നമുക്ക് കരുതാനേ കഴിയില്ലല്ലോ. ജനാധിപത്യ ബോധമുള്ള ആളുകളല്ലേ എന്തായാലും അവിടുത്തെ വോട്ടർമാർ. അല്ലാതെ ഈ കണക്ക് ഏതെങ്കിലും തരത്തിൽ വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു കാരണമായി തീരുമെന്ന് മുന്നണികൾ കരുതുന്നതിൽ ഒരബദ്ധമുണ്ട് എന്നുള്ള പ്രസാദിൻ്റെ വിലയിരുത്തലിനോട് യോജിക്കാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നേരത്തെ നൽകിയ വാഗ്ദാനത്തിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ എത്തുന്നില്ല എന്നുള്ള ചോദ്യം വേണമെങ്കിൽ വോട്ടർമാർ ഉന്നയിക്കാം. അതല്ലെങ്കിൽ പഴയ കുടിശ്ശിക എന്നുള്ള സംബന്ധിച്ചുള്ള ചർച്ചകൾ, പഴയ ഓർമ്മകളിലേക്ക് ഈ പെൻഷൻകാരെ കൊണ്ടുചെന്ന് എത്തിക്കാം. അത് ആ നിലയ്ക്കൊക്കെയുള്ള ആ ഒരൊറ്റ പോയിന്റിൽ എത്ര ദിവസം കറങ്ങാനാണ് പ്രസാദെ അവിടെ നിൽക്കുമ്പോൾ സാധ്യത? ഇത് എനിക്ക് തോന്നുന്നത് നാളത്തെ കൂട്ടായ്മയോടുകൂടി തന്നെ ഇത് CPM അത് അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത്. പുതിയൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഈ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ കാര്യമായി ചർച്ചയിലേക്ക് വരുന്നില്ല. ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് എല്ലാം അവരുടെ കൺവെൻഷനുകളിൽ അല്ലെങ്കിൽ പൊതുയോഗങ്ങളിലെല്ലാം അത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ഇത് ഒരു വലിയ സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്ന് മുഖ്യമന്ത്രിയുടെ മലപ്പുറം ഹിന്ദു പത്രത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം, അതോടൊപ്പം തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പെൻഷൻ വിവാദം, അങ്ങനെ പൊതുവായി നിൽക്കുന്ന വിഷയങ്ങളിൽ തട്ടി നിൽക്കാണ് നിലമ്പൂരിലെ പ്രധാന പ്രചാരണ വിഷയങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. മലയോര ജനത നേരിടുന്ന പ്രശ്നങ്ങൾ, നിലമ്പൂരിലെ വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗം മലയോര ജനതയാണ്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ സത്യത്തിൽ കൂടുതൽ പറയുന്നത് അൻവറാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് അല്ലാതെ ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അൻവറാണ് ഏറ്റവും ശക്തമായി പറയുന്നത്. മറ്റ് പാർട്ടികളും മറ്റു മുന്നണികളൊക്കെ അത് സജീവമായി ഉയർത്തിക്കൊണ്ട് വരുന്നതേയുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ വിഷയങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പെരുന്നാൾ കഴിഞ്ഞെങ്കിലും മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തീർച്ചയായും. എന്തായാലും ഇത് ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നതിലും അവരെ അവതരിപ്പിക്കുന്നതിലും ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിസാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ എന്തായാലും ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് കഴിയും. അത് കിട്ടുമ്പോൾ നന്ദി പ്രകടനമായും വൈകുമ്പോൾ പ്രതിഷേധമായും തന്നെ അത് പ്രതിഫലിക്കും. ഇതൊക്കെയാണ് മനുഷ്യസഹജമായി സംഭവിക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, വാർദ്ധക്യം കൊണ്ട് തൊഴിലെടുക്കാനാകാത്തവർക്ക്, രോഗങ്ങൾ അലട്ടുന്നവർക്ക്, ഭിന്നശേഷിക്കാർക്കെല്ലാം പ്രതിമാസ പെൻഷനുകൾ ഒരു അനുഗ്രഹമാണ്. വെറും ഒരു സാമ്പത്തിക സഹായം എന്നതിലുപരി സാമൂഹിക സുരക്ഷയും ആത്മാഭിമാനവും നൽകുന്ന കാര്യം കൂടിയാണത്. അത് സർക്കാരുകളുടെ ചേർത്തുപിടിക്കലാണ് സമൂഹത്തിൻ്റെയും. കേരളത്തിലെ 62 ലക്ഷത്തോളം മനുഷ്യർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അതൊന്നാം പരിഗണനയായി നമ്മുടെ സർക്കാരുകൾ കാണുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. കേന്ദ്രത്തിൻ്റെ ഈ കണ്ട സാമ്പത്തിക ഉപരോധത്തിനെല്ലാം ഇടയിലും അത് തുടർന്നു കൊണ്ടുപോകുന്നതും ചെറിയ കാര്യമല്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് അതുവരെ കിട്ടാതിരുന്ന ക്ഷേമ പെൻഷനുകൾ പെട്ടെന്ന് നൽകിയ സർക്കാർ നീക്കത്തെയാണ് കോൺഗ്രസ് വിമർശിക്കുന്നത്. അതങ്ങനെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ചില പാളിച്ചകളൊക്കെ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവാം. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ആ വിമർശനം ഉയർത്തുന്നതിൽ രാഷ്ട്രീയമായ ന്യായവുമുണ്ട് താനും. ആർക്ക് മുന്നിലും കൈനീട്ടാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള മനുഷ്യരുടെ അവകാശത്തെയും അഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ വഴിമാറാതിരിക്കട്ടെ എന്ന് RDX ആശിക്കുന്നു. ഒരിടവേളയിലേക്ക്.